ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും TJ ടിപ്സിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ വേറെ ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നൈറ്റ് ലാമ്പിൻ്റെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു, ഇല്ലി കൊണ്ട് ഇനിയും ഒരു നൈറ്റ് ലാമ്പ് ഉണ്ടാക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പഴയ ഒരു റാന്തൽ വിളക്ക്, നമ്മുടെ തൂക്കുവിളക്കിൻ്റെ ആ ഒരു മോഡലിലേക്ക് നമ്മൾ ഇന്നുണ്ടാക്കുന്ന നൈറ്റ് ലാമ്പ് എത്താൻ ചാൻസ് ഉണ്ട്. ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു മോഡലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഞാനത് ഉണ്ടാക്കിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അതിൻ്റെ ചെറിയ ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാം. ഇനിയിപ്പം ഇത് സക്സസ് ആയില്ലെങ്കിൽ പോലും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും സക്സസ് ആയത് മാത്രം ഇട്ടുകൊണ്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇല്ലി കൊണ്ടുള്ള പരിപാടികളൊക്കെ കുറച്ച് റിസ്ക് പിടിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ഇല്ലി മുറിച്ചെടുത്തിരിക്കുന്നത് നല്ല ഒരു കുറച്ച് കട്ടിയുള്ള ആക്സോ ബ്ലേഡ് കിട്ടി. ആ ഒരു ആക്സോ ബ്ലേഡ് വെച്ചിട്ടാണ്, സാധാ ആക്സോ ബ്ലേഡ് അല്ല കേട്ടോ, പൈപ്പ് മുറിക്കുന്ന ആക്സോ ബ്ലേഡ് അല്ല, കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു ആക്സോ ബ്ലേഡ് കിട്ടി. അത് വെച്ചിട്ടാണ് നമ്മൾ മുറിച്ചത്. കാരണം നമ്മൾ വാള് വെച്ച് മുറിച്ച് നോക്കിയപ്പം വാള് ഇറുകയാണ്. വാള് വെച്ച് മുറിക്കൽ ഭയങ്കര പണിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു ആക്സോ ബ്ലേഡ് കിട്ടി. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ മുറിച്ചെടുത്തു. അപ്പം നിങ്ങളുടെ ഒരു നല്ല സപ്പോർട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഈ ഇല്ലി ഒന്ന് മുറിച്ച് കൊണ്ടുവരാം. നമുക്ക് ഓരോ റൗണ്ടായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മുറിച്ച് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഒരു ഇച്ചിരി കട്ടിയുള്ള ആക്സോ ബ്ലേഡ് വെച്ചാണ് മുറിക്കുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിതാ ഇവിടെ ഈ ഒരു രീതിയിൽ നമ്മൾ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചെണ്ണം റൗണ്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ 3 റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഇത് വെച്ചിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ റൗണ്ടിൻ്റെ നടുക്കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. കറക്റ്റ് സെൻറ്ററിൽ ആ ഭാഗത്ത് നോക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ അങ്ങനെ മുറിക്കാൻ ഒരു കത്തി എടുത്ത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിതാ ഇവിടെ എല്ലാ കഷ്ണങ്ങളും നമ്മൾ മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ആണി വെച്ചൊന്ന് അടിക്കണം. അപ്പോൾ നമ്മൾ ഇച്ചിരി വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്കിനി ഇങ്ങനെ വെച്ചൊന്ന് ആണി വെച്ച് അടിച്ചെടുക്കണം. ഇത് ആണി വെച്ച് അടിക്കൽ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആണി വെച്ച് അടിച്ചപ്പോൾ ഇല്ലി പൊട്ടിക്കൊണ്ട് നമ്മൾ പശ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. പശ വെച്ച് ഒട്ടിക്കൽ കുറച്ച് പണിയാണ്, എന്നാലും നമുക്കത് പശ വെച്ചൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് മേലെ ഒരു റൗണ്ട് പീസും കൂടെ വെക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളൊരു 4 കഷ്ണം എല്ലാ സൈഡിൽ കൂടെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ മേലെ ഇങ്ങനെ ഒരു റൗണ്ട് കഷ്ണം കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് കഷ്ണത്തിനകത്ത് കൂടെ നമുക്ക് ഇനി പശ വെച്ചൊന്ന് ഒട്ടിച്ച് എടുക്കണം. അതാണ് നമ്മുടെ ലൈറ്റ് ഇടാനുള്ള ഒരു ഹോള് പോലത്തെ സംഭവം കേട്ടോ. നമുക്കതൊന്ന് ഒട്ടിച്ചുകൊണ്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മളിത് നൈറ്റ് ലാമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഞാനാകെ ഒരു 4 കഷ്ണങ്ങൾ മാത്രമേ ഇങ്ങനെ ഒട്ടിച്ചുള്ളൂ, വളച്ചൊട്ടിച്ചു. അത് 4 മാത്രമേ ഞാൻ ഒട്ടിച്ചായിരുന്നുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ കുറച്ചും കൂടി ഒട്ടിച്ചിട്ടോ, കാരണം കുറച്ചും അടുപ്പിച്ച് ഒട്ടിച്ചപ്പോഴാണ് എനിക്ക് ഭംഗി തോന്നിയത്. അതുകൊണ്ട് കുറച്ച് അടുപ്പിച്ചൊട്ടിച്ച്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പേപ്പറും കൂടി ഇങ്ങനെ റൗണ്ടാക്കി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഇടുമ്പോൾ ഒരു ഭംഗി തോന്നിക്കാൻ, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം ഇത് മൊത്തം ഒരു തുറന്ന സ്ഥലമാകുമ്പം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പേപ്പർ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കാണാൻ ഭംഗിയുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് രാത്രിക്കത്തെ ഒരു വ്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് രാത്രിക്ക് ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷമുള്ള ഒരു വ്യൂവും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭംഗിയുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് വേഗം കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇട്ട അതേ ബൾബ് തന്നെ, നമ്മുടെ വോൾട്ട് കുറഞ്ഞ ഫിലമെൻറ്റ് ബൾബാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ ഒരു റാന്തൽ വിളക്കിൻ്റെ ലുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞേരേ. റാന്തൽ വിളക്കിൻ്റെ ലുക്ക് കിട്ടിയോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞേരേ. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ വേഗം കമൻറ്റിൽ അങ്ങ് വന്നോളൂ കേട്ടോ.
അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ, നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴുള്ള ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ ഒരു നമ്മുടെ റാന്തൽ വിളക്കിൻ്റെ മോഡൽ തോന്നിയെങ്കിലും അത്രയ്ക്കൊരു പെർഫെക്ഷൻ വന്നില്ല. കാരണം നമ്മൾ ആ ഇല്ലി ഒട്ടിച്ചപ്പോഴൊക്കെ നമ്മൾ ആദ്യം ആണി വെക്കുകയാണ് ചെയ്തത്. ആണി വെച്ചപ്പം ഇല്ലി ആയതുകൊണ്ട് തന്നെ പൊട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനകത്തും ഇല്ലി ആയതുകൊണ്ട് പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഇല്ലി വല്ലാണ്ട് പൊട്ടി. എന്നിട്ട് നമ്മൾ പിന്നെ പശ വെച്ച് തന്നെ ഇതാക്കിയപ്പോഴത്തേക്കും ആ പശ നമ്മൾ ആ കൈയിൻ്റെ അനക്കത്തിന് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് വളഞ്ഞ് ചെരിഞ്ഞൊക്കെ പോയി. അപ്പം നമ്മൾ നിലത്ത് വെക്കുമ്പോൾ ഒരു ഭംഗി കാണിക്കുന്നില്ല. പക്ഷേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ കുഴപ്പം ബോറിങ് തോന്നിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പെട്ടെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വേഗം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടാം. അതുപോലെ തന്നെ ഞാൻ ഇനിയൊരു കാര്യം വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നുണ്ടാക്കിയ നൈറ്റ് ലാമ്പ് ഇത് ഞാനൊരു PVC പൈപ്പിലും കൂടെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞുതരാം. PVC പൈപ്പിൽ ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പം അതൊന്ന് എന്തായാലും ഒന്ന് മറക്കാതെ പറയണം കേട്ടോ. നമ്മുടെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തിയാൽ മതി PVC പൈപ്പിൽ ചെയ്യണോ വേണ്ടയോ എന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.